നിലമ്പൂരിൽ ഇപ്പോൾ നടക്കുന്ന തിരഞ്ഞെടുപ്പ് മാമാങ്കത്തിൽ മൊത്തം ഒടിക്കുന്ന തുക എത്രയാണെന്ന് എല്ലാവർക്കും അറിയാമോ എന്നറിയില്ല. ഏകദേശം 12 കോടി രൂപയിൽ കൂടുതൽ. ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു നിയമസഭാ മണ്ഡലത്തിൽ ചെലവാകുന്ന തുകയാണ് 3 കോടി രൂപ. 4 പ്രമുഖ സ്ഥാനാർത്ഥികളാണ് നിലമ്പൂരിൽ മത്സരിക്കുന്നത്. ഈ 4 സ്ഥാനാർത്ഥികളും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്നവരാണ്. ഇവരിൽ ഇപ്പോൾ അൻവറിന് പാർട്ടി ചിഹ്നം ലഭിച്ചിട്ടില്ല. അൻവറിൻ്റെ പാർട്ടി സ്ഥാനാർത്ഥി എന്നുള്ളതിലുള്ള പത്രിക തള്ളിപ്പോയി. എങ്കിൽ പോലും അൻവറിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാം. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാലും തൃണമൂൽ കോൺഗ്രസിന് അൻവറിന് പിന്തുണ നൽകാം. അങ്ങനെ വരുമ്പോൾ 4 പ്രമുഖ സ്ഥാനാർത്ഥികളാണ്, 4 പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ് മത്സരിക്കുന്നത്. ഓരോരുത്തരും 3 കോടി രൂപ വെച്ച് ചെലവഴിക്കുന്നു. ഈ 3 കോടി രൂപ വീതം 12 കോടി രൂപ മുടക്കുന്നത് ആരാണ്? കേരളത്തിൽ ഈ മത്സരിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടികളാണോ? ഒരിക്കലുമല്ല. രാഷ്ട്രീയ പാർട്ടികളിൽ സംഭാവനയായി പലരിൽ നിന്ന് വാങ്ങുന്നവർ, നാട്ടുകാരിൽ നിന്ന് വാങ്ങുന്നു, പ്രമുഖ വ്യവസായികളിൽ നിന്ന് വാങ്ങുന്നു, വ്യാപാരികളിൽ നിന്ന് വാങ്ങുന്നു, പ്രസ്ഥാനങ്ങളിൽ നിന്ന്. വ്യവസായികൾ ഈ പണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അവരിത് സ്വന്തം ഫണ്ടിൽ നിന്നെടുത്ത് കൊടുക്കുന്നതാണോ? ഒരിക്കലുമല്ല. ഇതെല്ലാം അന്തിമമായി ജനങ്ങളുടെ പണമാണ്, സാധാരണക്കാരായ ജനങ്ങളുടെ കൂടി പണമാണ്. ഈ പണമിട്ട് മാമാങ്കം നടത്താൻ വേണ്ടി ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടി കൊണ്ടുവന്നു? PV അൻവർ അതിന് ഉത്തരം പറയണം. കാരണം PV അൻവർ രാജിവെച്ചു, ഇപ്പോൾ മത്സരിക്കുന്നു. PV അൻവർ എന്തിനു വേണ്ടിയാണ് രാജിവെച്ചത്? ഈ ചോദ്യം നേരത്തെ ഉയർന്നതാണെങ്കിലും PV അൻവർ മത്സരിക്കുമ്പോൾ ആ ചോദ്യത്തിന് വീണ്ടും പ്രസക്തിയുണ്ട്. PV അൻവർ എന്തിനു വേണ്ടിയാണ് രാജിവെച്ചത്? PV അൻവർ അന്ന് പറഞ്ഞു, CPM സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പിണറായിസത്തിനെതിരായിട്ടാണ് ഞാൻ രാജിവെക്കുന്നത്. അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹം ഇനി മത്സരിക്കില്ല എന്ന് പറഞ്ഞു. കേവലം 1 വർഷം പോലും ഇനിയും അടുത്ത പൊതു തിരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നില്ല. ഏകദേശം 10 മാസം മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ 10 മാസം കാലാവധിയിലേക്ക് ഒരു MLA സൃഷ്ടിക്കാൻ വേണ്ടി, കൂടി വന്നാൽ 2-3 തവണ നിയമസഭയിൽ ഹാജരായി ഒപ്പിട്ട് പണം വാങ്ങാൻ വേണ്ടി, ഏതാനും വാക്കുകൾ സംസാരിക്കാൻ വേണ്ടി ഒരു വലിയ തിരഞ്ഞെടുപ്പ് മാമാങ്കം നടത്തി ഈ നാട്ടിലെ സാധാരണക്കാരുടെ പണം ചെലവഴിക്കുമ്പോൾ PV അൻവർ പറയേണ്ട ഉത്തരം ഇതെന്തിനു വേണ്ടിയായിരുന്നു എന്നാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ശരി, രാജിവെച്ചു, മാറി. PV അൻവർ എന്തിനു വേണ്ടിയാണ് മത്സരിക്കുന്നത്? PV അൻവർ മത്സരിക്കാനുള്ള തീരുമാനം അറിയിച്ചുകൊണ്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, എന്നെ UDF അവഗണിക്കുന്നു. UDF അവഗണിക്കുന്നതിന് നാട്ടുകാരെന്ത് വേണം? എനിക്ക് UDF സീറ്റ് തന്നില്ല, ഞാൻ ആ ചോദിച്ച സീറ്റ് തന്നില്ല. അത് നാട്ടുകാരുടെ കുറ്റമാണോ? പിണറായി വിജയനോട് എതിർത്ത് രാജിവെച്ച് പോയ PV അൻവർ പറയുന്നു, എനിക്ക് UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനായിട്ട് സീറ്റ് കിട്ടിയില്ല എന്ന്. അദ്ദേഹം പിന്നീട് എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, VD സതീശൻ എനിക്ക് വേണ്ട അംഗീകാരം തരുന്നില്ല, അദ്ദേഹം എന്നെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിട്ടുകൊടുത്തു. അതിന് നാട്ടുകാരെന്ത് പിടിച്ചു? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഈ നാട്ടിലെ ജനങ്ങളെ തള്ളിവിട്ടിട്ട് ആ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സ്വതന്ത്രനായി മത്സരിച്ച് വീണ്ടും, അതായത് രാജിവെച്ച്, ഒരു MLA ആയി നിലനിൽക്കെ രാജിവെച്ചിട്ട് വീണ്ടും MLA ആകാൻ വേണ്ടി മത്സരിക്കുക. എന്തൊരു പരിഹാസ്യമാണ് ഒരർത്ഥത്തിൽ. എന്താണ് PV അൻവർ രാജി കാരണം പറഞ്ഞത്? പിണറായി വിജയനെതിരായിട്ടുള്ള നിലപാടുകൾ പ്രഖ്യാപിച്ചുകൊണ്ട്. ഇപ്പോൾ ഫലത്തിൽ PV അൻവർ ആർക്കെതിരെയാണ് നിൽക്കുന്നത്? ഇപ്പോൾ പിണറായി വിജയനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി എതിർക്കുന്നതിനേക്കാൾ ശക്തമായിട്ട് അദ്ദേഹം ആരുടെ കൂടെ ചേരാൻ ആഗ്രഹിച്ചു, ആ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരായിട്ടാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയതും അദ്ദേഹം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതും. ചുരുക്കി പറഞ്ഞാൽ, ഇതിനെ മൊത്തം ഈ തെരഞ്ഞെടുപ്പിനെയും ജനാധിപത്യത്തിനെ പരിഹസിക്കുന്ന ഒരു കോമഡിയാക്കി മാറ്റിയിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയാതെ വയ്യ. വാസ്തവത്തിൽ ജനാധിപത്യത്തിൽ തന്നെ ആളുകൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറിപ്പോയി ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ്. ഇതിനെതിരെ ജനങ്ങൾക്ക് ശബ്ദിക്കാൻ നിവൃത്തിയില്ല, കാരണം ജനം സംഘടിതമല്ല. ഇതിനെതിരെ ജനങ്ങൾക്ക് പ്രതികരിക്കാൻ ഒരു മാർഗമേ ഉള്ളൂ, അത് പോളിംഗ് ബൂത്തിലൂടെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇനി എന്തെങ്കിലും കാരണവശാൽ അത്ഭുതം സംഭവിക്കുന്നു എന്നതുപോലെ PV അൻവർ ജയിച്ചു എന്ന് കരുതുക, അപ്പോഴും ചോദ്യം അവശേഷിക്കുന്നു. MLA ആയിരുന്ന PV അൻവർ വീണ്ടും MLA ആകാൻ വേണ്ടിയിട്ട് സംസ്ഥാനത്തെ 10-12 കോടി രൂപ, ഈ 12 കോടി രൂപയ്ക്ക് പുറത്ത് സർക്കാർ ചെലവാക്കുന്ന പണമുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിലവഴിക്കുന്ന പണമുണ്ട്, അതിൽ കൂടെ കൂട്ടിയിട്ടില്ല. ഇത് മാത്രമല്ല, വേറെയും നഷ്ടമുണ്ട്. കാരണം ഒരു നാട്ടിൽ, ഒരു സംസ്ഥാനത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മൊത്തം സംസ്ഥാനത്തിൻ്റെ ഭരണം തന്നെ സ്തംഭിക്കുകയാണ്. ഇനി അടുത്ത ഒരു 2 ആഴ്ച നാം കാണാൻ പോകുന്നത് കേരളത്തിലെ മന്ത്രിമാരും കേരളത്തിലെ MLA മാരും ഒക്കെ നിയോജക മണ്ഡലത്തിൽ തമ്പടിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വ്യാപരിക്കാൻ പോവുകയാണ്. സെക്രട്ടേറിയറ്റിൽ ഇനി MLA മാരെ കിട്ടില്ല, സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥന്മാരെ പലരെയും കിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് ആകെ സന്തോഷിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥർ മാത്രമാണ്. കാരണം അവർക്ക് തെരഞ്ഞെടുപ്പിന്റെ പേരിൽ എത്ര വേണമെങ്കിലും പണം മുടക്കാം, ഒന്നും ഓഡിറ്റ് ചെയ്യപ്പെടുകയില്ല. കുറേ പേർക്ക് പണം ചെലവഴിക്കാനും കുറേ പേർക്ക് അർമാദിക്കാനുമായിട്ട് ജനങ്ങളുടെ പണം എടുത്ത് ദൂർത്തടിക്കാൻ വേണ്ടി ഓരോ കാരണം പറഞ്ഞ് രാജിവെക്കുക. ഇത്തരത്തിലുള്ള രാജി തടയാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാജിവെക്കുന്നവരെ നിയമപരമായി നേരിടാനോ
നമുക്കൊരു നിയമമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടം. ജനാധിപത്യത്തിൻ്റെ തണലിൽ ജനാധിപത്യ അവകാശങ്ങളുടെ പഴുതിലൂടെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ, രാഷ്ട്രീയത്തെ വാസ്തവത്തിൽ കുരുതിക്ക് കൊടുക്കുന്ന നേതാക്കന്മാർ ജനങ്ങളെ വഞ്ചിക്കുകയാണ് എന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അനാവശ്യമായ രാജികളുടെ പേരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളും എങ്ങനെ തടയാം എന്നുകൂടി ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്, ജനപ്രതിനിധികൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടിയും നിയമം കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളതാണ് വസ്തുത.